അതായത് മിസ്റ്റർ അനിൽകുമാർ എപ്പോഴും പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഗുളിക കൊണ്ടുവന്ന് അത് അതുപോലെ ഇവിടെ അപഗ്രഥിക്കുക ചെയ്യാറുള്ളത്. അവർ മിക്കവാറും LDFക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വസ്തുനിഷ്ഠമായി പറയുന്നവരെ ഇരുത്തി, അതായത് അവർ പറയുന്നത് കേൾക്കരുത്, ആ ഉദ്ദേശമാണ് അവരെപ്പോഴും നടപ്പാക്കാറുള്ളത്. പക്ഷേ ഒരു കാര്യം അത്യാവശ്യമായിട്ട് എല്ലാ LDFക്കാരും പറയാറുള്ള ഒരു വിരോധാഭാസം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. ഇപ്പം മിസ്റ്റർ അനിൽകുമാർ അത് പറഞ്ഞാണ് ഇവിടെ അട്ടഹാസം നടത്തി എഴുന്നേറ്റ് പോയിരിക്കുന്നത്. എന്താണത്? അതായത് കേന്ദ്രത്തിൻ്റെ കടം 1,67,000 കോടി എത്രയാ, അങ്ങനെ എന്തോ ഒരു കണക്കാണല്ലോ അയാൾ പറഞ്ഞത്. അതായത് കേന്ദ്രത്തിൻ്റെ കടം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡെറ്റ് ആണ് എന്ന കാര്യം അറിയാത്തവരാണ് ചർച്ചയ്ക്ക് വന്നിരുന്ന് കശപിശ കൂട്ടുന്നത്. കമ്പൈൻഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്രാവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന കടം, അതോടൊപ്പം സംസ്ഥാനങ്ങളുടെ കടവും കൂടി കൂട്ടിച്ചേർക്കുന്നതാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിൻ്റെ കടം എന്ന് പറയുന്നത്, കേന്ദ്രത്തിൻ്റെ മൊത്തം കടം എന്ന് പറയുന്നത്. അതായത് കമ്പൈൻഡ് ഡെറ്റാണ്, സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും കൂടി കടം കൂടിച്ചേരുന്നതാണ്. അതാണ് മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞ ഈ വലിയ സംഖ്യ. അത് പറഞ്ഞ് കേന്ദ്രത്തെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്നതിന് പകരം അവനവൻ്റെ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത്? FRBM ആക്ട് അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാവുന്നത് GSDPയുടെ 29% താഴെയാണ്. എന്താണ് ഈ വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന GSDP ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? 13,11,436 കോടിയാണ്. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, 13,11,436 കോടി. കഴിഞ്ഞ വർഷം എത്രയായിരുന്നു? അത് 11 ലക്ഷം കോടിയിലധികമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ 11,94,136 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം. എന്നിട്ട് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു? കഴിഞ്ഞ വർഷത്തെ കടം 36.05% ആയിരുന്നു 29-ന് പകരം. അങ്ങനെ ഈ അതായത് 2018-19 ശേഷമുള്ള എല്ലാ വർഷങ്ങളിലും 35% മുകളിൽ കടമെടുത്ത 3 സംസ്ഥാനങ്ങളെ ഇന്ത്യയിലുള്ളൂ. ഒന്ന് വെസ്റ്റ് ബംഗാൾ, ഒന്ന് പഞ്ചാബ്, മൂന്നാമത്തത് കേരളം. ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും മറ്റെല്ലാ കണക്കുകളും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പല പ്രാവശ്യം പറഞ്ഞു കേരളം വലിയ തോതിൽ കടമെടുക്കുന്നു. അതായത് ക്രൈസിസിലേക്കാണ്, CAGയും അത് തന്നെ ചൂണ്ടിക്കാണിച്ചു, ക്രൈസിസിലേക്കാണ് കേരളം മാറുന്നത് എന്ന്. ഫിച്ചിന്റെ റേറ്റിംഗ് കുറഞ്ഞു, BB സ്റ്റേബിൾ ആയിരുന്നത് BB നെഗറ്റീവായി. കേരളം കടമെടുക്കുമ്പോൾ 5% താഴെ കിട്ടിക്കൊണ്ടിരുന്നത് 7% മുകളിലേക്ക് പോയി. ഇതൊന്നും മിസ്റ്റർ അനിൽകുമാർ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് മിസ്റ്റർ അനിൽകുമാർ പറയുന്ന കേന്ദ്രത്തിൻ്റെ കടമാണ്. അവനവൻ്റെ കഴിവുകേടിന് എന്തിനാണ് കേന്ദ്രത്തെ പഴിക്കാൻ പോകുന്നത്? കേന്ദ്രം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മിസ്റ്റർ വേണു. അതായത് സെസ് വഴി, ഒരുപാട് സെസ് വഴി, സർചാർജ് വഴി, ഇങ്ങനെയൊക്കെ സംസ്ഥാനങ്ങളെ വലിയ ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ട് കേന്ദ്രം. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് മിസ്റ്റർ ബാലഗോപാൽ അതിൻ്റെ കണക്കുകളുമായി വന്നത്. അതുവരെ ഇവരാരും, ഈ LDFകാരും അറിഞ്ഞില്ല കേന്ദ്ര ഗവൺമെൻറ് സെസ് ഇട്ടും അതുപോലെ സർചാർജ് ഇട്ടും സംസ്ഥാനങ്ങളെ എല്ലാം, അത് കേരളത്തെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ തന്നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് കേന്ദ്രം. അതായത് സെസ്സിൽ തന്നെ 2017-18 23 ഇടയ്ക്ക് 133% വർധനവാണ്. ശരിയാണ്. ഞാൻ ഇടപെടുകയാണ്, കാരണം നാം ഇത് മുൻപ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഞാൻ ഇടപെടുകയാണ്. ഇന്നത്തെ അടിയന്തരമായ വിഷയം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തികമായ ഇടപെടലുകൾക്കകത്തുള്ള ന്യായാന്യായങ്ങളല്ല, ഒരു ജീവൽ പ്രശ്നമാണ്. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്.